ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആൾക്കാരിലാണല്ലോ തടിക്ക് പിടി. എൻ്റെ ഒരു സ്വാമി, ഇവിടെ ഒരു പണിക്കാരുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കൊത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എടോ കാരനല്ല അത്, ചാത്തൻ, സാക്ഷാൽ കുട്ടി ചാത്തൻ. നീയൊക്കെ എന്താ തേങ്ങടേ പറഞ്ഞത്? ഇവിടെ ചാത്തൻ എന്താ പറയണേ? ആ ചാത്തണ്ട്. ആ ചാത്തൻ ഉണ്ടായിക്കോട്ടെ. ഇതാ ആരോ വരച്ചുണ്ടായിട്ടുള്ള ഒരു ചിത്രം, അത്രേ ഉള്ളൂ. പീറ്ററേ, എന്തെങ്കിലും ഒന്ന് വൃത്തിണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവൻ്റെ പൈസ ഫുള്ളായിട്ട് അവിടെ കൊണ്ടുവന്നു. என்ன பீட்டுறது குழந்தை மாதிரி பேசிட்டு இருக்கு? நான் உங்ககிட்ட காசு கேட்டேன்னா இல்லைன்னா அது உங்ககிட்ட இருக்கிறத கூட. എന്നാലും മനുഷ്യന്മാർക്ക് ഇങ്ങനെ മാറ്റുന്നില്ല. പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുത്തരെ കുത്തി വളർത്തിയ ടീമാണ്. അണ്ണനെടുത്ത് അടിയിട്ടുണ്ട് എത്രേ, നല്ല അടി എത്ര ഇട്ടിരുന്നു, വാങ്ങാണ്ടൊക്കെ കയറിയിട്ടെത്രേ. ഇപ്പൊ സംഭവം പിടികിട്ടിയ എന്ത് സംഭവം? മാങ്ങ കൊണ്ടുള്ള ഏറ്. പൈസലാ ഈ വണ്ടി നോക്കാ, ഇവനേതാ? ഓമ്പടെ കുറച്ച് കാലമായിട്ടുണ്ടാ. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓനാല്ലേ അത് നോക്കാൻ പറയാം. ആശാനെ, അടുത്തത് ആശാനിട്ടുള്ള പണിയാ. പറഞ്ഞു വെച്ചെടുത്തോളം ആശാനാണ് അവൻ അവസാനമായിട്ട് ചെയ്യുന്നത്. ഒരു മാങ്ങേറിനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട്. എടോ പീറ്ററെ, താനീ മോന്തതിനെ കരയാതറോ. നിനക്കത് പറയാം. ഈ പൈസ നാളുടെ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എവിടെ നോക്കിയാലും പേടിയാണ്. അത് താനീ പേടിത്തൂർമാരൊപ്പം നിൽക്കണോണ്ടാ. ഇപ്പൊ ഞാനില്ലേ എന്തിനാ പേടിക്കണ്? ഓ, എന്നിട്ടാണല്ലോ താൻ എന്റെ അണ്ണൻ എന്റെ കൊഞ്ഞക്ക് പിടിച്ചപ്പോ പേടിച്ചു ഓടിയത്. അത് നിന്റെ കയ്യിലിരിപ്പ്. നിന്നെ പോലെയാണോ അവൻ? ഇവനിക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞാൽ എനിക്ക് കൊള്ളും. കേക്കണോ? എനിക്ക് എന്തോ പറ്റിന്ന് ഈ പന്നി പറഞ്ഞപ്പോ എന്റെ ഇവിടെ കൊണ്ട്. ആശാനെ, ആശാനെ, നമുക്ക് ആ ഓമേനെ ഇപ്പൊ തന്നെ പോയി കാണാം. എന്ത് പണ്ടാണെങ്കിലും ശരി, ഓനോട് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാം. ഈ ചെക്കന്റെ വാക്കിട്ട് സോറി പറയാൻ പോയി. പൊന്നു പീറ്ററെ, അങ്ങാരാ തൊഴിലാളി, നീ മുതലാളി. ചിന്തിച്ചോക്ക്, ഇവന്റെ വാക്കും കേട്ട ചെക്കനോട് സോറി അറിയണേക്കാളി നല്ലത് ചാത്തന്റെ അടിയുണ്ട്. ചാവുകല്ലത്. ഇയാളിത് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ്? നിങ്ങൾക്ക് ഈ ഇവിടെ കിടന്ന് ഇങ്ങനെ ആത്മവിശ്വാസം വിളമ്പിയാൽ മതി. ഞാനും എൻ്റെ പാവം ആശാനും കൂടെയാണ്. കണ്ടോ, സൗണ്ടുകളൊക്കെ മാറി തുടങ്ങി. ഞാനും എൻ്റെ ആശാനും കൂടെയാണ് ഉള്ള അടിയൊക്കെ മേടിക്കാന്. പണ്ടാറം കണ്ടില്ലേ കുടിക്കണത്. പീറ്ററെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവനെ പോയി 2 കാലം തല്ലുപിടിക്കാം. അവ എഴിഞ്ഞു വന്ന് എൻ്റെ അടുത്ത് ഓരെയാണ്. നിങ്ങൾക്കൊന്ന് വിശ്വാസമില്ല അറിയാം. എങ്കിലും ഞാൻ കഥ അറിയാം. പണ്ട് ഞാൻ നമ്മളെ സിനിമ കഴിഞ്ഞ് വരുന്ന ടൈം നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് ആ ചെറിയ വഴി ഉണ്ടല്ലോ, അവിടെ പോയി മുന്നിലിങ്ങനെ നിൽക്കുക. പോത്ത്, വാലില്ല, സംഭവം മറ്റവനാ ടിയൻ. പേടിച്ചില്ലേ? നീ പേടിച്ചില്ലേ? പക്ഷെ ഞാൻ പേടിച്ചില്ല.
കിടക്ക് 3 കിടക്ക്. അന്ന് ഞാൻ ഇതേപോലെ കിടന്ന് മുങ്ങിയതെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ എന്റെ അവസ്ഥ? ചാത്തനൊന്നും ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഇതാ ചെക്കൻ വേഷം മാറി വന്നിട്ട് അവനെ പണിതൊക്കെ പണി കൊടുക്കുകയാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ? അതാ ഞാൻ പറഞ്ഞ ഞാനവിടെ പോയിട്ടോനെ തല്ലിയിട്ടുണ്ട് വരാം. നിങ്ങൾ വന്ന് നിന്നാ മതി. ഒക്കെ ഈ ഉണ്ണിയായിരുന്നു. മൈത്താണ്ടി ഇത് എവിടെ കൊണ്ടിട്ടാ വീട് വെച്ചോളൂന്നാവോ. നടന്നിരുന്ന് മനുഷ്യന്റെ ഊപ്പാട് പോയി. ഇടയ്ക്ക് ഏറ്റവും കൂടി കയറി കഴിഞ്ഞാ ചാത്തങ്കാവാ. അത് കഴിഞ്ഞ എൻ്റെ വീടാ. നീ വായോ. ചാത്തങ്കാവോ? നടക്കോ? ഓ ഈ ഓമനൊക്കെ സമ്മതിക്കണം. ഒരു പേടിയില്ലല്ലോ അവന്. ഈ മലയുടെ മുകളിലൊക്കെ വീട് കൊണ്ടു വെക്കാനായിട്ട്. എന്റെ പീറ്ററെ, കള്ളിയങ്കാട്ട് നീലി, വടയക്ഷി, രക്തരക്ഷ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. ആശാനെ അഗേന് തന്നെ നിലത്ത് കിടക്കണ്. സുഗുണേട്ടാ, സുഗുണേട്ടാ, ആവശ്യമില്ലാത്ത ആത്മവിശ്വാസമൊക്കെ തന്നിട്ട്. ഫൈസലേ, നമുക്കിനി വേറെ ഒന്നും ചെയ്യാല്ലോ. നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയാം. അല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തോ കെട്ടു കോപ്പ് കെട്ട്. അവരെവിടെ? ആശാനെ, അത് ചാത്തന. എന്തോന്നാലും നീ ബാക്കിൽ തിന്നു. എന്താ അത് നമ്മുടെ ബാക്കിൽ ആര്? എന്താ അത് മാങ്ങ നീരാ. സംഭവേ ചാത്തൻ തന്നെയാണ്.